ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നിഹാൽ എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു മുട്ടക്കറി റെഡിയാക്കാം എന്നൊരു വീഡിയോയിലോട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനൊരു അത്യാവശ്യത്തിനൊരു 4 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു തണ്ട് വേപ്പിലയും. എന്നിട്ട് നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുക്കർ വെക്കുക, അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി വഴറ്റുക. അപ്പോൾ നന്നായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അലിയിച്ചൊന്നും കളയണ്ട, ആവശ്യത്തിന് വഴറ്റിയാൽ മതിയാകും. ഒന്ന് നേരിയതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതിയാകും. അപ്പോൾ നേരിയതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് മാത്രം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണിൽ കറി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, എരിവിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, സാധാരണ എരിവുള്ള മുളക് പൊടി മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അതൊക്കെ ഒന്ന് യോജിപ്പിച്ച് നന്നായി ആ പച്ച മസാലയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി നന്നായി ഒന്ന് വഴറ്റി, എന്നിട്ട് അതിൻ്റെ അകത്ത് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കൊടുക്കുക. ഞാനപ്പോൾ കുക്കറിലാണ് വെക്കുന്നത്, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 3-4 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നന്നായി യോജിപ്പിച്ചു. അങ്ങനെ വിസിലൊക്കെ വന്നു, കുക്കർ തുറന്നു. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ വെള്ളയപ്പമാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തേത്. അപ്പോൾ ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മുട്ടക്കറിയും വെള്ളയപ്പവും. അപ്പോൾ ഞാനിവിടെ ഇനി അടുത്ത വീഡിയോയിലായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ബൈ, സീ യു, ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.